ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മൾ കോട്ടയത്തേക്ക് പോവാനായിട്ട് ഇറങ്ങി കേട്ടോ. ഇന്ന് ഞാൻ പോകുന്നോണ്ടാണോ എന്ന് എനിക്കറിയില്ല. ട്രെയിൻ പതിവിലും വിട്ട് ഒരു 1.5, 2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. എന്താ പറയാ, പക്ഷേ ഡോൺ ചേട്ടനാണെങ്കിൽ ഉച്ചയ്ക്ക് വാഗമണ്ണിന് പോവുകയും വേണം. അങ്ങനെ ഞങ്ങളൊരു 11 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഇറങ്ങിയത്. എനിക്ക് തോന്നുന്നു 10:30, 11 മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങി ഞങ്ങൾ. അങ്ങനെ ദേ മമ്മിയോടും ഡിമ്പിളിനോടും പാച്ചുവിനോടും ഒക്കെ ബൈ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. ഡോൺ ചേട്ടൻ ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ടോമു ആണ് ചാക്കോനെ ഫുൾ ടേക്ക് കെയർ ചെയ്തത്. കാരണം എൻ്റെ കയ്യിൽ ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. ചാക്കോ ഇവിടെ വരാൻ പറഞ്ഞാൽ അപ്പുറത്തെ പറമ്പിൽ പോകും, അങ്ങനെയാണ്. അപ്പം ചെന്നപ്പോൾ ഒരു ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ കയറി പോകണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ചാക്കോൻ്റെ വാശി. ഞാൻ പറഞ്ഞത് അത് നമ്മുടെ ട്രെയിൻ അല്ല, നമ്മുടെ ട്രെയിൻ വരെ ഉള്ളത്. പിന്നെ പാവി ചെല്ലുന്നിടമെല്ലാം പാതാളം എന്ന് പറയുന്ന പോലെ നമ്മുടെ എ സി വെയിറ്റിംഗ് ഹാളിലും കറണ്ടില്ല. അതായത് തൃശ്ശൂർ ടൗൺ ഫുൾ കറണ്ടില്ല. അങ്ങനെ അവിടെ ഇരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞു ഞാനിവിടെ നിന്ന് ഇറങ്ങണില്ല എന്ന് പറഞ്ഞു. കാരണം ചാക്കോനെയും വെച്ച് കുറച്ചധികം ബുദ്ധിമുട്ടാണ്. അങ്ങനെ ദേ 2 പേരും ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ട്രെയിൻ പോകുമ്പോഴാണ് തോമൂന്നൊരു വിളി കേട്ടത്. ആരാണെന്നൊന്നും എനിക്കറിയില്ല. എനിവേ ടാറ്റ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഇന്ന് പട്ടിണി കിടന്ന് ചാവാനുള്ളതാണ്. അങ്ങനെ ഞാൻ വേഗം സ്വിഗ്ഗിന്ന് ഒരു പൊതിച്ചോറ് ഓർഡർ ചെയ്തു. നല്ല കിടുക്കാച്ചി പൊതിച്ചോറായിരുന്നു കേട്ടോ. ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് വാങ്ങിച്ചത്. എൻ്റെ നല്ല ബുദ്ധിയാണെന്ന് ഞാൻ പറയും. അങ്ങനെ ദേ ചാക്കോ റോസ്മായിനെ കാണണമെന്ന് പറഞ്ഞിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. റോസ്മായി തൃശ്ശൂർ വരുന്ന വീഡിയോ കാണാം. അതിൽ വെച്ചാലാണ് റോസമ്മായിനെയും തക്കുടൂനെയും അക്കീനെയും പേപ്പനെയും ഒക്കെ കാണാൻ പറ്റുക കേട്ടോ. ചാക്കോ ഇന്ന് എന്താ പറയുക, ഡബിൾ പവറോട് കൂടിയാണ്. എനിക്കൊന്ന് ചൂടത്തിരുന്നിട്ട് ആകെ മൊത്തം കുട്ടിക്ക് ദേഷ്യമായി. നമ്മുടെ കൂടെ ഒരു കോ പാർട്ട്ണറും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ആള് വിചാരിച്ചിട്ടുണ്ടാവും ഇത് എവിടെ നിന്ന് വന്ന ഐറ്റങ്ങളാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് ചാക്കോയും തോമും സാറ്റ് കളിക്കാൻ തുടങ്ങി. ആകെ മൊത്തം കാരണം തോമു എവിടെ പോയി മിണ്ടാണ്ടിരിക്കുന്നോ അവിടെ പോയി ചാക്കോ വരും, അങ്ങനെയാണ്. അപ്പോൾ തോമുന് എവിടെ പോയി സ്വസ്ഥമായിട്ട് അവൻ മിണ്ടാണ്ട് ആദ്യമേ മോളിൽ കയറി കിടന്നോളാം, അമ്മ ഇവിടെ ഇരുന്നോ, ചാക്കോനെ ഉറക്കിക്കോ എന്നൊക്കെ പറഞ്ഞെങ്കിലും ചാക്കോ ഒരു അമ്പിനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ഫുൾ ഓൺ വൈബിലായിരുന്നു കേട്ടോ. തോമുനാണെങ്കിൽ ആ ട്രെയിൻ അങ്ങ് മൊത്തത്തിൽ ആസ്വദിക്കാനും പറ്റിയില്ല. എന്താ ചെയ്യുക, അനിയനുണ്ടെങ്കിൽ പിന്നെ അങ്ങനെയാണല്ലോ ചേട്ടന്മാരുടെ അവസ്ഥ. അങ്ങനെ ചാക്കോനെ ഞാൻ സത്യം പറഞ്ഞാൽ ഇന്ന് ട്രെയിൻ യാത്രയിൽ ഒരു 3 മണിക്കൂർ ട്രെയിൻ യാത്രയാണെങ്കിൽ അതിൽ 1 മണിക്കൂർ പോലും ഞാൻ ഇരുന്നിട്ടുണ്ടാവില്ല. കാരണം ചാക്കോ കണ്ണ് തെറ്റി ആ സ്റ്റെപ്പ് കയറി അപ്പർ ബർത്തിൽ പോകലായിരുന്നു മെയിൻ ജോലി. സംഭവം കയറി ഇറങ്ങി വരുന്നുണ്ട്. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിനായിരിക്കും ഞാൻ നിൽക്കാത്ത സമയത്ത് തലയും കുത്തി വീഴുക. മൂപ്പരാണെങ്കിൽ ഉറങ്ങാനും കൂട്ടാക്കണം. സംഭവം ഇത്രയും ചൂടത്തും വെയിലത്തും ഒക്കെ നിന്നാണെങ്കിലും ഞാൻ വിചാരിച്ചു കയറിയ വഴിക്ക് ഉറങ്ങുമെന്ന്. പക്ഷെ മൂപ്പര് ഉറങ്ങാൻ കൂട്ടാക്കിയില്ല. അവിടെയാണ് എനിക്കൊരു ട്വിസ്റ്റ് സംഭവിച്ചത്. എന്തേലും ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു കേട്ടോ. കാരണം പ്രശ്നം മറ്റേ ചൂടാവാനും പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ അന്ന് ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ള ഇതാണ് എനിക്ക് കിട്ടിയത്. ഇതിപ്പം കോ പാർട്ട്ണർ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യുന്നുണ്ട്. അതിൻ്റെ അടിയിലൊക്കെ കയറിപ്പോയി ചെരുപ്പൊക്കെ അഴിച്ചിട്ട് തോമുനെയും കൊണ്ട് അഴിപ്പിച്ച് എനിക്ക് വയ്യ. ഭക്ഷണം ഞാൻ സമാധാനമായിട്ട് ഇരുന്ന് കഴിച്ചു. അവർക്കും ഭക്ഷണം കൊടുത്തിട്ട് ഞാനും സ്വസ്ഥമായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ എണ്ണാനും ഒളിക്കാനും ഒക്കെ നിൽക്കുകയാണ്. എനിക്കറിയില്ല. ചാക്കോ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഓർത്ത് എറണാകുളം ആകുമ്പോൾ ഇറങ്ങി പോകേണ്ടി വരുമായിരിക്കും. ആരെങ്കിലും എന്നെ അടിച്ചിറക്കുക. കാരണം ചാക്കോ ആയിരുന്നു ഇന്നത്തെ മെയിൻ താരം. അങ്ങനെ നിരങ്ങി ഒരു വിധത്തിൽ കോട്ടയത്ത് ഒരു 3:45 ആയപ്പം എത്തുന്നൊരു സ്റ്റേജിൽ എത്തിട്ടോ. ഞാൻ വിചാരിച്ചു വന്നതുപോലെ തന്നെ പതുക്കെ എഴഞ്ഞെഴഞ്ഞ് ഞാൻ കോട്ടയത്ത് ചെല്ലുമ്പോൾ രാത്രിയാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അത്രയും ലേറ്റ് ആയില്ല കേട്ടോ. ഒരു 3:30 ആയപ്പം കുറുപ്പന്തറ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഏറ്റുമാനൂർ കഴിഞ്ഞ വഴിക്ക് ലഗേജും കൊണ്ട് വാതുക്കെ വന്ന് നിന്നു കേട്ടോ. കാരണം എപ്പോഴാണ് ഇവർക്കൊക്കെ ഇളകുക എന്ന് പറയാം തോമു. പക്ഷേ ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു കേട്ടോ. ഭയങ്കര ഒരു മെച്യൂരിറ്റി ചേട്ടനാണ് ആ കാര്യത്തിൽ. ഭയങ്കര ഭംഗിയിൽ അവനെ ടേക്ക് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് വിടുന്നുണ്ടായിരുന്നില്ല അവൻ. ചാക്കോ കുടഞ്ഞിട്ട് അടുത്ത പഞ്ചായത്ത് വഴി അവൻ്റെ ഒരു നേച്ചർ, അവൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അവൻ ഇപ്പോഴാണ് ശരിക്കും ഒരു ബോധവും വെള്ളിയാഴ്ച വന്നിട്ട് ട്രെയിനിൽ കയറുന്നത്. മറ്റേതൊക്കെ കുഞ്ഞു കുട്ടിയല്ലായിരുന്നോ. തോമുവിന് ഒരു പരിചയമുണ്ട്. പിന്നെ അവൻ അഡ്ജസ്റ്റ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. എന്നാൽ തോമു ഉള്ളതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും വന്നില്ല. അപ്പോൾ കോട്ടയം അടുക്കാറായി എന്ന് കേട്ടപ്പോൾ തൊട്ട് തോമു ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ പറയാം തോമു എന്നെ ബാഡ് ബോയ് ആണോ ഗുഡ് ബോയ് ആണോ എന്ന് ചോദിക്കുക എന്നുള്ള പരാതിയാണ്. ഫുൾ ഓൺ പരാതിപ്പെട്ടിയാണ്. ചാക്കോയും പാച്ചുവും ഒരു വകഭേദമാണ്. ഫുൾ ഓൺ പരാതികളും കുട്ടി കുട്ടി കുറുമ്പുകളും ഒക്കെ ആയിട്ട്. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ കോട്ടയത്തെത്തി. നമ്മൾ നമ്മുടെ നാട്ടിലെത്തുമ്പോൾ ആ ഒരു ബോർഡ് കാണുമ്പോൾ കിട്ടുന്നൊരു അനുഭൂതി വല്ലാത്തൊരു അനുഭൂതി തന്നെയാണ് കേട്ടോ. എങ്ങനെയൊക്കെയോ എത്തിച്ചേർന്നു അങ്ങനെ വേണം പറയാനായിട്ട്. അങ്ങനെ കോട്ടയത്ത് നമ്മൾ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ട്രെയിനിലും അതുപോലെ പ്ലാറ്റ്ഫോമിലും ഒക്കെ വെച്ച് കണ്ടിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായി.
പിന്നെ ഈ ഒരു വ്യക്തി ട്ടോ, ഞാൻ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇറങ്ങി സ്റ്റെയർകേസിനവിടെ വന്നപ്പോൾ തൊട്ട് എൻ്റെ എന്താ പറയുക പെട്ടി എടുത്ത് എനിക്ക് ഓട്ടോ കയറുന്നിടത്ത് കൊണ്ടുവച്ച് ആരാണോ എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. എന്നോട് എൻ്റെ പേര് പോലും ചോദിച്ചില്ല. പിള്ളേരോട് ബായ് പറഞ്ഞിട്ട് പോവുക ചെയ്തത്. എന്നെ ഒന്ന് ചിരിച്ച് കാണിച്ചു അത്രേ ഉള്ളൂ. അങ്ങനെ ഓട്ടോ കയറി കാറ്റടിച്ചപ്പോഴത്തേനും ദേ ചാക്കോൻ്റെ ബോധം പോയി തുടങ്ങി ട്ടോ. ചാക്കോ പറയാ തോമു പറയാ ഉറങ്ങലടാ ദേ ലീലമാമ വീടെത്തി നീ ഇത്രയും നേരം ഉണർന്നിരുന്നിട്ട് ഇപ്പം എന്തിനാടാ ഉറങ്ങണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കണ്ടോ ഉറങ്ങി ബോധം പോണ കണ്ടോ. എന്നാലും പിടിച്ചാണ് കേട്ടോ ഇരിക്കണത്. പക്ഷെ എനിക്ക് ടെൻഷൻ ആവുമായിരുന്നു. ഈ കിടന്ന് കള്ളുടിയന്മാർ ആടുന്ന കൂട്ട് ആടുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എടാ എണ്ണിക്കെടാ. അങ്ങനെ എന്താ പറയാ പിന്നെ ഞാൻ എൻ്റെ മടിയിൽ കയറ്റി വെച്ച് അതുകൊണ്ട് തന്നെ അമ്മയൊക്കെ വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ അമ്മ മാത്രമേ ഉള്ളൂ. അച്ചച്ചൻ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം അച്ഛൻ വന്നപ്പോൾ ചാക്കോ ഓടിപ്പോയി കെട്ടിപ്പിടിച്ച് റൂമിൽ കൊണ്ടുപോവാ കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി ഒന്ന് സ്വസ്ഥമായി. കൊണ്ടുവന്ന പെട്ടിയൊക്കെ ഒതുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒതുക്കി വെച്ച് ഇവരുടേതായ കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇവർക്ക് ഡിന്നർ ഞാൻ ചോറൊക്കെ ഉണ്ട്. ഇപ്പം സത്യം പറഞ്ഞാൽ 9:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ കയറി കിടന്നു. കാരണം ഇവിടെ ഉള്ളവരൊക്കെ നേരത്തെ കിടന്നുറങ്ങും. നേരത്തെ ഭക്ഷണം കഴിക്കും, നേരത്തെ കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ദേ കയറി. ചാക്കോ ഓൾറെഡി ഉറങ്ങി കേട്ടോ. കാരണം ചാക്കോ ഉച്ചയ്ക്ക് ഉറങ്ങാത്തതുകൊണ്ട് തന്നെ ആകെ ടയേർഡായിരുന്നു. എവിടെയൊക്കെ പോയിരിക്കുന്നു അവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി തൂങ്ങി വീഴുമായിരുന്നു. പക്ഷെ കളിക്കാതിരിക്കാനും പറ്റില്ല. സേറ ഉണ്ടായിരുന്നു. സേറയുടെ കൂടെ ഒരു 7 മണിയൊക്കെ വരെ കളിച്ചിട്ട് സേറ പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പാപ്പിയായിട്ട് കളിയായി. അങ്ങനെ ഞാൻ ദേ കുളിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് കേട്ടോ. ഉറക്കം വരുന്നുണ്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്കും ഒബ്വിയസ്ലി കൂട്ടുപോയി വരും. എപ്പോഴാണോ കാണുന്നത് അപ്പം നിങ്ങൾ എന്നോട് പറയും ഡിവൈൻ എന്തിനാ ഇപ്പോൾ കൂട്ടുപോയിട്ട് ഞങ്ങൾക്കും കൂട്ടുപോയി വന്നു എന്ന് പറയും. കണ്ടോ ചാക്കോ ഉറങ്ങണത്. കിടന്നുറങ്ങുന്നുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. തോമ താഴെയാണ് കിടക്കുക. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ബെഡിൽ കിടക്കാൻ പറ്റില്ല. അപ്പം തോമു ബെഡ് വിരിച്ച് എൻ്റെ താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം അവനോട് കിടക്കുകയാണ്. ഉറങ്ങുന്ന കണ്ടില്ലെങ്കിൽ ഞാൻ കൂടെ പോയി കിടക്കും. ഉറക്കിയിട്ട് കുറച്ച് നേരം അവൻ്റെ കൂടെ കിടക്കും, കുറച്ച് നേരം അവൻ്റെ കൂടെ കിടക്കും. ഇവിടെ വന്നാൽ എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. കാരണം രാത്രി ഞാനിങ്ങനെ ഷട്ടിലടിക്കും. താഴെ മുകളിലായിട്ട് ഞാൻ ഷട്ടിലടിക്കും. ഇനി നാളെ തൊട്ട് വേണം ഒന്ന് വൈബിലെത്തി കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനായിട്ട്. ഡോൺ ചേട്ടനും പുറത്ത് പോയേക്കാം. അവരുടെ എന്തോ ആവശ്യത്തിനായിട്ട് പുറത്ത് പോയേക്കാണ്. അപ്പോൾ ഡോൺ ചേട്ടൻ ഇന്ന് വീട്ടിലില്ല. മമ്മിയും ഡിമ്പിളും ഡാഡിയും പാച്ചുവും മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ പാച്ചു കരയുമെന്നാണ് വിചാരിച്ചു. പക്ഷെ പാച്ചു ചിരിച്ച് യാത്ര. ഞാൻ പറഞ്ഞു നീ സൗകര്യമായിട്ട് ഇരുന്ന് സോഫയിൽ. ഇല്ലെങ്കിൽ ഇവർ എപ്പോഴും അടിയാണ് കേട്ടോ. എൻ്റെ പ്ലേസ് ഒരു ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ പറയട്ടോ. അപ്പം ഞാൻ പറഞ്ഞു നീ സ്വസ്ഥമായിട്ട് സോഫയിൽ നീണ്ടു നിവർന്ന് കിടന്ന് റിമോട്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ TV കണ്ടോന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. പക്ഷെ അവരങ്ങനെയല്ല കേട്ടോ. ഇവർ രണ്ടുപേരും തോമു അങ്ങനെ ചാക്കു അല്ല പാച്ചു അങ്ങനെയാണ് കേട്ടോ. ഒരാളില്ലെങ്കിൽ പിന്നെ ആ ആളും മിണ്ടില്ല. ഒന്നുമേ മിണ്ടില്ല. അപ്പൊ അങ്ങനെ അവരങ്ങനെ ഒരു ആൾക്കാരെ അവിടെ വീട്ടിലുണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര ശാന്തം. അത് പാച്ചു ആയാലും ശരി തോമു ആയാലും ശരി. പാച്ചു എങ്ങനെയാന്ന് വെച്ചാല് ഞങ്ങൾ ആരും ഇല്ലെങ്കിൽ മമ്മീനെ സോപ്പിട്ട് നടന്നുകൊണ്ടിരിക്കുക. തോമു ഏകദേശം അങ്ങനെ തന്നെയാണ്. മമ്മീയുടെ പുറകെ നടക്കുക എന്നുള്ളത്. പക്ഷെ ചാക്കോ വരുമ്പോഴാണ് ടിസ്റ്റ് വരുമ്പോൾ അവൻ പതുക്കെ മാറുന്നത്. സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ നമ്മൾ ആരും ഇല്ല മമ്മി മാത്രമാണെങ്കിലാണ് മമ്മീനെ സോപ്പിട്ട് അയ്യോ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കും. പിന്നെ ഇപ്പൊ മൂപ്പര് വീട്ടിൽ നിൽക്കാം എന്നുള്ളൊരു സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒരു 99% കൂടെ അല്ല അവരുടെ കൂടെ നിൽക്കും. ഒരു 1% പോവാൻ നേരത്തൊരു ഞാൻ പോണോ, ഞാൻ നിങ്ങളോട് വരട്ടെ എന്നൊക്കെയുള്ള ചോദ്യം വരാം കേട്ടോ. അപ്പൊ നമുക്ക് നാളെ തൊട്ട് കോട്ടയം വ്ലോഗ് ഇട്ട് തുടങ്ങാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലെറ്റ് മീ ട്രൈ. എങ്ങനെയാണ് സിറ്റുവേഷൻ എന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് നാളെ തൊട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ.